നമസ്കാരം. പാലക്കാട് MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയും ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത്. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഈ കേസിൽ നടത്തിയ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. അതിൻ്റെ ഏതാണ്ട് എല്ലാ വിവരങ്ങളും തത്വമയി ന്യൂസ് ഇതിനോടകം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു. എന്നാലും ആ കേസുമായി സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ കേസിൻ്റെ ഒരു പിന്തുടർച്ച വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിയായ ശ്രീമതി അരുന്ധതി ദിലീപ് നടത്തിയ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ളൊരു നിരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു ജഡ്ജിയുടെ അധികാര പരിധിയിലുള്ളത് ആണോ അല്ലയോ എന്നുള്ള ഇതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ തന്നെ പുറത്ത് നിയമവിദഗ്ധന്മാർ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ തന്നെ സമീപകാലങ്ങളിൽ വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ചിട്ട് ഈ ന്യായാധിപ ശ്രീമതി അരുന്ധതി ദിലീപ് നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഈ കേസിൽ വളരെ പ്രസക്തമായ ചില വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. അതായത് ബലാത്സംഗം ചെയ്തു എന്നുള്ളത് 3ാമത്തെ കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ഈ കേസിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിലും കുറച്ചപ്പുറം കടന്ന് കോടതി നിരീക്ഷിക്കുന്നത് ഈ അതിജീവിതയെ അവരുടെ വൈവാഹിക ബന്ധത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ കാരണം അവരുമായി പരിചയപ്പെട്ട അടുപ്പത്തിലായി അവരുമായി കൂടിക്കാഴ്ച നടത്തി ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അതിജീവിതയെ വളരെ തന്ത്രപൂർവ്വം അവരെ കൊണ്ട് തന്നെ മുറിയെടുപ്പിച്ച് ആ മുറിയിൽ വെച്ചാണ് ഇവരെ ബലാത്സംഗം ചെയ്യുകയും ഈ മുഖത്ത് തുപ്പുക തുടങ്ങിയ ഹീനമായ പ്രവൃത്തികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നത് അതിജീവിതയുടെ മൊഴികളിൽ നിന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മറ്റ് തെളിവുകളിൽ നിന്നും പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധിന്യായത്തിൽ നിന്ന് 7 പേജുള്ള വിധിന്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ. സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് ചില സാമൂഹ്യ മാധ്യമ പ്രമുഖന്മാരും ചില ഇസ്ലാമിസ്റ്റ് ശക്തികളും രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ശക്തമായ ജനപിന്തുണയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അവർ അക്ഷീണം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം അതിജീവിതയെ ആക്രമിക്കുക, അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ചാറ്റുകളൊക്കെ പുറത്തുവിട്ട് അവരുടെ പേരും ചിത്രവും ഒക്കെ വെളിപ്പെടുത്തും ഞങ്ങൾ എന്നുള്ളൊരു ഭയപ്പാട് അവരിൽ ഉളവാക്കുവാൻ ശ്രമിക്കുക തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതിയിൽ പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ ഈ ജാമ്യം എന്തായാലും നൽകുവാൻ സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേ കോടതിക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും MLA ആയി തുടരുന്നൊരു വ്യക്തിയാണ്. പിന്നെ സമൂഹത്തിൽ അയാൾക്കുള്ള സ്വാധീനവും വളരെ വലുതാണ്. ഒരു കരുത്തനായ ഒരു പവർഫുൾ മാൻ എന്ന് പറയില്ലേ, ഒരു സമൂഹത്തിൽ വളരെയധികം സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തി ഇത്തരമൊരു കേസിൽ പ്രതിയാകുമ്പോൾ അയാൾ നിർബാധം പുറത്ത് നടമാടി കഴിഞ്ഞാൽ ഈ കേസിനെ സ്വാധീനിക്കുവാനും അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അയാൾക്ക് എതിരെ നിൽക്കുന്ന ആളുകളെ അതിജീവിത ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ഈ കേസിൻ്റെ വഴി തിരിക്കുവാനും അല്ലെങ്കിൽ ഈ കേസ് തന്നെ തേച്ചു മാറ്റി ഇല്ലാതാക്കുവാനുമുള്ള ശ്രമങ്ങൾ അയാൾക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതും വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഈ ജാമ്യാപേക്ഷ പരിശോധിക്കുന്ന കോടതിയുടെ മുന്നിൽ ഈ ഹർജി എത്തുമ്പോൾ അത്തരമുള്ള പരിശോധനകൾ കോടതിയിൽ കാര്യമായി നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. കാരണം 7 പേജുള്ള വിധിന്യായങ്ങളിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ്. വിമർശനങ്ങളെന്ന് പറയുവാൻ സാധിക്കില്ല, കോടതി നടത്തുമ്പോൾ അവ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ വിധിന്യായങ്ങളോ തന്നെയാണ്. വിധിന്യായത്തിൽ ശ്രീമതി അരുന്ധതി ദിലീപ് എന്ന ബഹുമാനപ്പെട്ട ന്യായാധിപ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഇത്തരത്തിൽ പ്രതിയെ പുറത്ത് ജാമ്യത്തിൽ വിട്ടാൽ ഈ കേസിൻ്റെ തന്നെ
വഴിതിരിച്ചു വിടുവാനുള്ള ഇടപെടലുകൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതും ഏതാണ്ട് ഉറപ്പായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. ബഹുമാനപ്പെട്ട കോടതി അത്തരത്തിലൊരു നിലപാടിൽ തന്നെ ഈ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിജീവിതയ്ക്കൊപ്പമാണ്, ഞാൻ നീതിക്കൊപ്പമാണ്, അല്ലെങ്കിൽ കോടതിയുടെ വിധിന്യായങ്ങൾക്കൊപ്പമാണ് എന്നുള്ള ഭാവേന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കാരണവും പ്രത്യക്ഷത്തിലില്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു ക്രിമിനലിനെ, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനെ, ഇപ്പോൾ ക്രിമിനലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുവാൻ സാധിക്കില്ല, അയാൾ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷേ സമാനമായ കുറ്റകൃത്യങ്ങൾ ഒന്നല്ല രണ്ടെണ്ണം ഈ കുറ്റകൃത്യത്തിന് മുമ്പും അയാൾ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ അയാൾ അറസ്റ്റിലായ ഈ കുറ്റകൃത്യത്തിന് പുറമെ 2 കുറ്റകൃത്യങ്ങളും കൂടി, അതും സമാനമായ കുറ്റകൃത്യങ്ങൾ അയാൾക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയും, സ്ഥിരം കുറ്റവാളി ആണ് ഈ വ്യക്തി എന്നുള്ളത് തീരുമാനിക്കാനല്ല, പക്ഷേ ഒരു സ്ഥിരം കുറ്റവാളിയായി കണക്കാക്കി അയാളെ കൈകാര്യം ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി നിയമത്തിന് ഈ കാരണങ്ങളാൽ വരുമെന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. അല്ല ഈ 3ഉം ഒരേ നിരയിൽ വ്യാജ കേസുകളാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നിസ്സാരമായി ജാമ്യം ലഭിച്ചേനെ എന്നാണ് നിയമവിദഗ്ധർ നമ്മളോട് പങ്കുവയ്ക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങൾ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇയാൾക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർ കോൺഗ്രസ് സർക്കാർ ഇനി അധികാരത്തിൽ വരും എന്നുള്ളൊരു ധാരണയിൽ കണ്ണുമടച്ച് ഇയാൾക്ക് വേണ്ടിയിട്ടങ്ങ് സ്തുതി പാടുകയാണ്, അല്ലെങ്കിൽ ഇയാളൊരു വളരെ ജനസമ്മതിയുള്ളൊരു നേതാവാണ് എന്ന് സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇമേജ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളൊരു തീവ്ര ശ്രമങ്ങൾ ഇത്തരം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ കമൻറ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുന്ന പോസ്റ്റുകൾ വഴിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു ജിഹാദി ശക്തികളെന്ന് തന്നെ പറയാവുന്ന ആളുകൾ നടത്തുന്ന ചില പ്രവൃത്തികളും, അല്ലെങ്കിൽ പോസ്റ്റുകളിലൂടെ നടത്തുന്ന പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോകളിലും കമൻറ്റുകളിലും ഒക്കെ അവർ അനുവർത്തിച്ച് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഒരു കുറ്റാരോപിതൻ, അത് എത്ര തന്നെ ഒരു ദുർബലമായൊരു കേസുമാകട്ടെ, ആ കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ തന്നെ അയാളുടെ ബന്ധുക്കളോ അയാളുടെ സുഹൃത്തുക്കളോ അയാൾ നിരപരാധിയാണെന്നുള്ള അവരുടെ ബോധ്യം സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് ഒരു കാര്യം. പക്ഷേ ഇത്തരത്തിൽ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പ്രവർത്തികൾ, അപമാനിച്ചു എന്ന് ഈ സാമൂഹ്യ മാധ്യമ പ്രമുഖനൊക്കെ ചെയ്യുന്ന വാർത്തകൾ അല്ലെങ്കിൽ വാർത്താ സെഗ്മെൻറ്റുകൾ കാണുമ്പോൾ സ്ത്രീയെ അപമാനിച്ചു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ല. പക്ഷേ അപമാനിക്കുവാൻ കരുതിക്കൂട്ടി തന്നെ നിൽക്കുന്ന മറ്റൊരു വിഭാഗം, ഒരു ജിഹാദി ശക്തികളെന്ന് നിരീക്ഷകർ വിളിക്കുന്ന ഒരു വിഭാഗത്തിന് എല്ലും കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത്. ഇന്ന ഒരു പോയിന്റ് വെച്ച് നിങ്ങൾ അവരെ കടിച്ചു പറിച്ചോളൂ, അല്ലെങ്കിൽ അവർക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടോളൂ എന്നുള്ള രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സമീപനം വളരെ ഭയപ്പെടുത്തുന്ന ഒരു സമീപനം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി എന്താണെന്ന് ഇനി തിങ്കളാഴ്ച അയാൾ മേൽക്കോടതിയെ സമീപിക്കുന്നുണ്ട് ജാമ്യ ഹർജിയുമായി, അന്നറിയാം. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചേക്കാം. ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത ഇപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ, ന്യായാധിപ ശ്രീമതി അരുന്ധതി ദിലീപിൻ്റെ നിരീക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഒരല്പം ചുരുങ്ങിയിട്ടുണ്ട് അതിനുള്ള സാധ്യതകൾ എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. നമസ്കാരം.